ഹലോ, നമുക്കിന്ന് ഒരു വിന്ദാലുവിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. സാധാരണ ഇറച്ചിക്കറിയുടെ പോലത്തെ മസാലയല്ല, ഇതിന് വ്യത്യാസമുണ്ട് ഈ മസാലക്ക്. ആ മസാല പൊടിച്ചെടുക്കാം നമുക്ക്. ചെറിയൊരു ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കണത്. ആ സ്പൂണിന് 1 ടീസ്പൂൺ പെരുംജീരകം എടുക്കണം. അതിൽ കുറച്ചളവിൽ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3/4 ടീസ്പൂൺ തന്നെ കടുക്, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 2 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 3 ടീസ്പൂൺ കുരുമുളക്. ഇതാണ് വിന്ദാലു മസാലേൻ്റെ കൂട്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. ചെറിയ ചൂടിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. അധികം ചൂടിൽ ചെയ്താൽ കരിഞ്ഞു പോകും. ചെറിയ പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഈ മസാലകളെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കുക. ചെറിയ ചൂടിൽ തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റാണ്, എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല. നമ്മൾക്ക് ഇങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പൊടിക്കാൻ എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് ആ ഏലക്കയുടെ തൊണ്ട് നമുക്ക് ഒഴിവാക്കി കളയാം. സീഡ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ആ 2 ഏലക്കയുടെയും തൊണ്ട് ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സീഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇത് 1 കിലോ ബീഫിനുള്ള കണക്കാണ് കേട്ടോ ഞാനീ പറഞ്ഞേക്കണത്. അധികം വേണ്ടി വന്നാൽ നമ്മൾ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തോളണം. 2 കിലോ ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുക്കണം. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആറിക്കഴിയുമ്പം പൊടിച്ചെടുക്കാം. ഇതാണ് വിന്ദാലു മസാലയുടെ കൂട്ട്. പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിന്ദാലുവിൻ്റെ റെസിപ്പി അടുത്തതിൽ കാണാം. ഓക്കെ, താങ്ക് യു.